അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ്, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, കർത്താവ്, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൽത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ യോഗശക്തിയാൽ അങ്ങനെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരുണ്ട് ഈശോയെ, ഓരോരോ കാര്യം സാധിക്കുന്നതിന് വേണ്ടി ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനയക്കുന്ന അളിച്ച കർത്താവെ, ആ മക്കളുടെ മേലെല്ലാം സഞ്ചാരി മാതാവിൻ്റെ സമയത്തിൻ്റെ അധികാരിയുടെ ദൂത ചൈതന്യം ഉണ്ടാകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട്, ആശുപത്രി പോകുന്നവരുണ്ട്, പ്രമാണം ചെയ്യാൻ വേണ്ടി പോകുന്നവരുണ്ട്,
അഡ്വാൻസ് കൊടുക്കാൻ പോകുന്നവരുണ്ട്, ഇൻ്റർവ്യൂവിന് പോകുന്നവരുണ്ട്. അതുപോലെ തന്നെ ഓരോരോ ക്രയവിക്രയങ്ങൾക്കും ഏജൻസിക്കും ബിസിനസ്സിനും പോകുന്നവരുണ്ട്, വിവാഹ കാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, മക്കൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, വീടിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, റവന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്. ഈശോ അവരെ എല്ലാവരെയും ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Lord Jesus Christ, pour out His Spirit, the fire fingers, with the precious blood. Lord, increase His Spirit of power and grace. ഞാൻ ചില ആൾക്കാർ പറയവേ, നാളെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇന്ന് ചെയ്യുമെന്ന് നമ്മൾ വീമ്പടിക്കരുത്. എന്നുവെച്ചാൽ നമ്മളെപ്പോഴും പ്രശ്നം, കർത്താവിൻ്റെ തിരുസന്നിധി ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ കഴിയണേ. അതായത് ചില സമയത്ത് പീക്കിലോട്ട് ദൈവ ചൈതന്യം ഇങ്ങനെ പോവും, എന്നിട്ട് നേരെ ഗ്രാഫ് താഴേക്ക് വരും, പിന്നെ ഉയരും, ഇങ്ങനെ താഴും. അങ്ങനെ പോകേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ യാതൊരുവിധ വെല്ലും ബ്രേക്കും ജീവിതത്തിൻ്റെ മേലില്ലെങ്കിലും എപ്പോഴും ദൈവത്തെ സംബന്ധിച്ചിടത്തോളം കിട്ടണ അനുഗ്രഹത്തിന് ആനുപാതികമായിട്ടാണ് നിങ്ങളെ കേൾക്കണ പാട്ടിന് പറ്റുന്ന ഡാൻസ് എന്ന് പറഞ്ഞല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുടുംബ പ്രാർത്ഥനയൊക്കെ ഉണ്ട്. കാര്യം മകന് ജോലി കിട്ടി, വീടൊക്കെ വെച്ച്, അച്ഛൻ വന്ന് വീടൊക്കെ വെഞ്ചരിച്ച്, ഇപ്പോൾ വലിയ മുട്ടിപ്പാടൊന്നുമില്ല, ഇപ്പോൾ ഓക്കെയാണ്. ഇനിയിപ്പോൾ കൊച്ചു നാളെ കേൾക്കുകയാണ് അവൻ്റെ വിസ ക്യാൻസലാകാൻ പോവുകയാണ്. അയ്യോ, ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം തന്നെ പിന്നെ പ്രാർത്ഥന മുടക്കുന്നേ. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും. അതാണ് വിഷയം. അത് എന്നുവെച്ചാൽ കാലാവസ്ഥകളിൽ ഭേദങ്ങളിൽ കൈവരിക്കുന്ന സന്തുലിതാവസ്ഥ ദൈവത്തിരുസന്നിധിയിൽ വെടിപ്പോടെ നിൽക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാം ഭംഗിയായിട്ട് എനിക്കാണെങ്കിൽ ചേടത്തിമാരെ കൊണ്ട് ഭയങ്കര പേടിയുള്ളൊരു മനുഷ്യനാണ് ഞാൻ. ഇവരൊക്കെ ഇങ്ങനെ വാരിക്കെട്ടിയൊക്കെ ഓരോ കാര്യം പറയുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം ഇപ്പം ഇത് നല്ലപ്പോഴും കുറേ അനുഗ്രഹങ്ങളൊക്കെ കിട്ടി, മക്കളൊക്കെ രക്ഷപ്പെട്ടൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇവർ വലിയ സംഭവമൊക്കെ പറയണമെങ്കിലും നാളെ ഇവർക്കൊരു പണി കിട്ടുകയാണെങ്കിൽ ഈ സാഹചര്യങ്ങളൊന്നും ഉണ്ടാകും, ഈ ഭക്തിയും ഉണ്ടാകത്തില്ല, പ്രാർത്ഥനയും ഉണ്ടാകത്തില്ല. മോന്തം കയറ്റി എവിടെയെങ്കിലും ദൈവത്തിനെയും തെറി വിളിച്ച് എവിടെയെങ്കിലും മൂല കുത്തിയിരിക്കണ കാണാം. ഇത്രയുള്ള സാധനം. ഇങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ തന്നെ 8 പണി കിട്ടുകയും ചെയ്യും. എന്താ കാര്യം ചെറിയാവുക? അതായത് നീ അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരിക്കുമ്പോൾ നിന്നെ ഞാൻ കണ്ടു. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതാണേ ഇത്. പക്ഷെ ഇതിന് വരവ് ഇത്തിരി പെശക് വരവാണ് ഈ വരുന്നത്. ഇപ്പോൾ നീ ഒരുത്തരെ കണ്ടുമുട്ടിയ കാര്യമാണ്. ആ നാന്താരിയല്ല. റബ്ബി നീ എന്നെ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയും, നീ അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരുന്നപ്പോൾ പീലിപ്പോസ് നിന്നെ കാണുന്നതിന് മുമ്പേ. അതൊക്കെ എനിക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അതായത് പീലിപ്പോസ് എന്ന് പറഞ്ഞ ഒരാൾ നമുക്കുണ്ടാകുമല്ലോ. നിൻ്റെ അപ്പൻ, നിൻ്റെ അമ്മ, നിൻ്റെ ചിറ്റപ്പൻ, നിൻ്റെ ആൻറ്റി, നിൻ്റെ അങ്കിള്, ഇങ്ങനെ കുറേ അണ്ണന്മാരുണ്ട്. അത് പീലിപ്പോസ്. നമ്മൾ കുറേ പീലിപ്പോസുമാരുണ്ടാവും. കർത്താവ് എന്ന് പറഞ്ഞാൽ നിൻ്റെ ആൻറ്റിയും അണ്ണനും കൂട്ടുകാരും അതാണ് പീലിപ്പോസ് എന്ന് പറഞ്ഞ ആ കക്ഷികളൊക്കെ നിന്നെ കാണുന്ന മുമ്പ് കാണാൻ തുടങ്ങിയവരാണ് ഞാൻ. യോഹന്നാൻ 1:48. അപ്പോൾ നഥാനിയേൽ ചോദിച്ചു, നീ എന്നെ എങ്ങനെ അറിയുന്നു? യേശു മറുപടി പറഞ്ഞു, പീലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. ഈശോയ്ക്ക് നമ്മളെക്കുറിച്ചുള്ള അസസ്മെന്റ്. എന്നിട്ട് ഈ അസസ്മെന്റിൻ്റെ അകത്ത് ഒരു ഐഡന്റിറ്റി പറയുന്നുണ്ട്. കർത്താവ് ഫിക്സ് ചെയ്തിരിക്കുന്ന ഐഡന്റിറ്റി ഉണ്ട്. എന്താണ് അത്? ഒരു വെല്ലുവിളിയാണ് നമ്മുടെ മുമ്പിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ, ഇവനിൽ യാതൊരു കാപട്യവും ഇല്ല. എൻ്റെ മക്കളെ, ഞാൻ നിങ്ങളുടെ കാലെ പിടിച്ച് പറയുകയാണ്, കർത്താവുമായിട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഈ വിഷയം ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കണം. യോഹന്നാൻ 1:47,
നഥാനിയേൽ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെ കുറിച്ച് പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. ഇവനിൽ യാതൊരു കാപട്യവുമില്ല. എന്നെ വല്ലാത്ത രീതിയിൽ മാറ്റിമറിച്ചിട്ടുള്ള വചനമാണിത്. എൻ്റെ പ്രിയപ്പെട്ട ഇത് പ്രശ്നം വെച്ചാൽ യേശുവിനെ 1650 അല്ലെങ്കിൽ 550 വർഷം മുമ്പാണ് ഹിസ്റ്റോറിക്കലായിട്ട് ഈ യാക്കോബ് എന്ന് പറയുന്ന കക്ഷി ജീവിച്ചിരുന്നത്. അപ്പോൾ ഈ നാഥാനിയലെ കാണാൻ പറയുന്നത് യാക്കോബിനെ കുറിച്ച് നമ്മുടെ പിതാവായ അബ്രഹാത്തിൻ്റെ മകൻ, ഇസ്ഹാക്കിൻ്റെ മകൻ, യാക്കോബിൻ്റെ ദൈവം എന്നൊക്കെ നമ്മൾ പറയാതെ, യാക്കോബിൻ്റെ ദൈവം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും യേശു ഈ മനുഷ്യനെക്കുറിച്ച് കോംപ്രമൈസ് ഇല്ലാതെ സംസാരിക്കണം. ഇയാൾ കാപട്യക്കാരനാണെന്നാണ്. അത് സുവിശേഷകന്മാർ ആ വന്ന വെളിപാട് അതുപോലെ എഡിറ്റ് ചെയ്യാതെ നേരെ അടിച്ച് കയറുകയും ചെയ്തു. ഇവർ ആദ്യം ഇത് വെളിപാട് വരുന്നത് എഴുത്തുകാർക്ക്, സുവിശേഷകന്മാർക്കല്ലേ വന്നത്. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അവർ അതുപോലെ തന്നെ, ഇത് യാക്കോബിന് ദൈവമാണ്, യാക്കോബ് ദൈവം തന്നെ അറിയപ്പെട്ട യാക്കോബിന് ദൈവം എന്നുള്ളതാണ്. അപ്പോൾ കാപട്യക്കാരന് ദൈവമായിട്ട് അറിയപ്പെടാൻ ദൈവം ആഗ്രഹിക്കുമോ? അപ്പം അതുകൊണ്ട് ഇത് വേണേൽ എഡിറ്റ് ചെയ്ത് കളയാമെന്ന് പറഞ്ഞാൽ അവരാരും എഡിറ്റ് ചെയ്ത് കളഞ്ഞില്ല. യേശു എന്ത് പറഞ്ഞ്, യാക്കോബ കാപട്യക്കാരൻ ആണെങ്കിൽ കാപട്യക്കാരൻ തന്നെയാണ്, അതിൻ്റെ അകത്ത് മാറ്റാൻ പറ്റത്തില്ല. നമുക്ക് ബ്രാൻഡഡ് ആകാതിരിക്കാൻ വേണ്ടി നോക്കണേ മക്കളെ. കാപട്യം ഒരു പ്രോബ്ലമാണ്. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കണം എന്ന് പറഞ്ഞില്ലേ. പ്രാർത്ഥനയുടെ ഉത്തരങ്ങളിൽ ഏറ്റവും വലിയ പ്രോബ്ലമുള്ള കാപട്യമാണ്. 1650 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യനാണ് യാക്കോബ്, യേശു ക്രിസ്തുവിനേക്കാളും. പക്ഷേ ഇത്രയും നാൾ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നേ. പക്ഷെ കാപട്യമില്ലാത്ത ഒരാളെ കണ്ടപ്പോൾ മറ്റവന് പണി കിട്ടി. നാഥാനിയേലിനെ കണ്ടപ്പോഴേ, കാപട്യമില്ലാത്തവരെ കണ്ടപ്പോൾ യഥാർത്ഥ കാപട്യക്കാരനെ കർത്താവ് വിളിച്ചത് കൊണ്ടുവരുന്നു. ഇവനിൽ എന്ത് പറയുന്നുണ്ട്, ഇവനിൽ ഈ നാഥാനിയേലിൽ യാതൊരു കാപട്യവും ഇല്ല. അപ്പോൾ തന്നെ ബുദ്ധിയും ബോധമുള്ള മനസ്സിലാക്കണം. എന്താണ് കാപട്യമില്ല ജീവിച്ച കർത്താവ് എപ്പോഴായാലും അക്സെപ്റ്റ് ചെയ്യുമെന്ന്. എൻ്റെ പേര് ജോയൽ ജോസഫ്. ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു. എൻ്റെ വീട് അർത്തുങ്കലാണ്. ഞാൻ ഉടമ്പടി എടുത്തത് മാർച്ച് 3, 2024. 5 തവണ പുതുക്കി. ഞാൻ മെയിനായിട്ട് വെച്ചത് ഒന്ന് എൻ്റെ എക്സാമിൻ്റെ കാര്യങ്ങളും പിന്നെ എൻ്റെ ഷിപ്പിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളുമാണ് ഞാൻ മെയിനായിട്ട് വെച്ചത്. മറൈൻ എഞ്ചിനീയറിങ്ങിൻ്റെ എക്സാമിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ മാതാവിൻ്റെ അടുക്കെ ഉടമ്പടി വെച്ചത്. ഞാൻ ഫസ്റ്റ് ഉടമ്പടി എടുക്കാതെയാണ് ഈ മറൈൻ എഞ്ചിനീയറിങ്ങിൻ്റെ കോഴ്സിന് പോയത്. അങ്ങനെ കോഴ്സിനൊക്കെ പോയി 6 മാസത്തെ കോഴ്സായിരുന്നു. അങ്ങനെ കോഴ്സൊക്കെ കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പോൾ എക്സാമിൻ്റെ റിസൾട്ട് വന്നു. അതിലൊരു സബ്ജക്റ്റ് ഞാൻ ഫെയിലായി. GSK എന്ന് പറഞ്ഞ സബ്ജക്റ്റാണ് ഞാൻ ഫെയിലായത്. അങ്ങനെ മാതാവിൻ്റെ അടുക്കെ വന്നു, ഉടമ്പടി എടുത്തു. വീട്ടിൽ ആരുടെ അടുക്കലും ഞാൻ പറഞ്ഞില്ല എക്സാം ഫെയിലായത് കാര്യം. അങ്ങനെ എൻ്റെ അമ്മയ്ക്ക് മാത്രമേ അറിയത്തുള്ളായിരുന്നു ഈ കാര്യം. അങ്ങനെ അമ്മ പറഞ്ഞു, മാതാവിൻ്റെ അടുക്കെ പോയി നമുക്ക് ഉടമ്പടി എടുക്കാം. അങ്ങനെ മാതാവിൻ്റെ അടുക്കെ വന്നു, ഉടമ്പടി എടുത്തു. ഫസ്റ്റ് നിയോഗം ഞാൻ വെച്ചത് എൻ്റെ എക്സാമിൻ്റെ കാര്യമായിരുന്നു. അങ്ങനെ ഉടമ്പടി എടുത്തു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എക്സാമിൻ്റെ ഡേറ്റ് വന്നു. മുംബൈയിലാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ ഞാൻ മുംബൈയിൽ പോയി എക്സാം എഴുതി. അങ്ങനെ എക്സാമിൻ്റെ ഹോളിൽ കയറിയപ്പോൾ തന്നെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മാതാവിൻ്റെ അടുക്കെ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് എക്സാമിൻ്റെ ഡേറ്റ് വന്നത് ദുഃഖവെള്ളിയുടെ സമയത്തായിരുന്നു. അങ്ങനെ ഞാൻ ബുധനാഴ്ച ട്രെയിൻ കയറി മുംബൈക്ക് പോയി. അങ്ങനെ മുംബൈ ചെന്നിറങ്ങി അടുത്തൊരു ഹോട്ടലിൽ പോയി. ഒരു മലയാളി ഹോട്ടലുണ്ടായിരുന്നു. അങ്ങനെ മലയാളി ഹോട്ടലിൻ്റെ അടുത്ത് പോയി. അങ്ങനെ ഫുഡ് കഴിക്കാനിരുന്നപ്പോൾ ഒരു പുള്ളിക്കാരൻ വന്നു, ഒരു മലയാളിയായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ റൂം എടുക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു,
റൂമിൽ നിന്ന് എടുക്കണ്ട, എൻ്റെ റൂമിലോട്ട് പോരി. അങ്ങനെ ഞങ്ങളങ്ങനെ പുള്ളിക്കാരൻ്റെ റൂമിൽ പോയി. പൈസയൊന്നും മേടിച്ചില്ല. അങ്ങനെ പുള്ളിക്കാരൻ്റെ റൂമിൽ പോയി. പിറ്റേ ദിവസം ഞങ്ങൾക്ക് എക്സാമാണ്. അങ്ങനെ വെളുപ്പിനെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ കോളേജിൽ വന്നു. 10 മണിയൊക്കെ ആയപ്പോൾ എക്സാമായിരുന്നു. അങ്ങനെ എക്സാം ഹോളിൽ കയറി. ഓൺലൈൻ എക്സാം ആയിരുന്നു. എക്സാം ഹോളിൽ കയറിയപ്പോൾ മാതാവിൻ്റെ കാശുരൂപവും നേർച്ചവസ്തുക്കളും എല്ലായിടത്തുകൊണ്ടാണ് ഞാൻ ഹോളിൽ കയറിയത്. അങ്ങനെ ഹോളിൽ കയറിയപ്പോൾ ഞങ്ങൾക്ക് ഓൺലൈൻ എക്സാം ആയിരുന്നു. അങ്ങനെ ഓൺലൈൻ എക്സാമിന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നപ്പോൾ കുഴപ്പമില്ല, അറിയാവുന്ന ക്വസ്റ്റ്യനാണ്, അങ്ങനെ വിട്ടു. കുറച്ച് ക്വസ്റ്റ്യനൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്നും അറിയാൻ മേലാത്ത ക്വസ്റ്റ്യനൊക്കെ വരാൻ തുടങ്ങി. ഞാൻ മാതാവിൻ്റെ അടുക്ക് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നില്ല, മാതാവ് ഒന്ന് എന്നെ റെഡിയാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ക്വസ്റ്റ്യൻ വായിച്ചു നല്ലവണ്ണം. അങ്ങനെ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തു. എക്സാം കഴിഞ്ഞു. തിരിച്ച് നാട്ടിൽ പോന്നു. 1 മാസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു. ഞാനതിൽ പാസ്സായി. വളരെ സന്തോഷമുണ്ടായിരുന്നു എക്സാം പാസ്സാകുന്നു. അങ്ങനെ മാതാവിൻ്റെ അടുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ എക്സാം പാസ്സായി. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ കോളേജിൽ നിന്ന് വിളിച്ചു. സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. അങ്ങനെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴാണ് പോസ്റ്റ് ഓഫീസിൽ നിന്നൊരു പോസ്റ്റ് വരുന്നത്. അങ്ങനെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് തുറന്നു നോക്കിയപ്പോൾ മുംബൈ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ളൊരു കത്തായിരുന്നു. അങ്ങനെ ശരിക്കും ടെൻഷനായിപ്പോയി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ മേലായിരുന്നു. പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള അർത്തുങ്കൽ പോലീസ് സ്റ്റേഷനിൽ പോയി. അങ്ങനെ പോലീസുകാരായിട്ട് കോൺടാക്ട് ചെയ്തു. മുംബൈ പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞത് 5 ദിവസത്തിനുള്ളിൽ അവിടെ മുംബൈ പോലീസ് സ്റ്റേഷനിൽ എത്തണമെന്നായിരുന്നു. കാര്യം എന്താണെന്ന് ഒന്നും അറിയില്ലായിരുന്നു. 5 ദിവസത്തിനുള്ളിൽ അവിടെ എത്തണമെന്ന് പറഞ്ഞാണ് ആ പേപ്പറിൽ എഴുതിയിരുന്നത്. അങ്ങനെ മാതാവിൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലവും എല്ലാം ഉപ്പും തേനും എല്ലാം എടുത്തിട്ടാണ് ഞാൻ ട്രെയിൻ കയറിയത്. ഞാനും എൻ്റെ ചാച്ചനും കൂടിയാണ് പോയത്. അങ്ങനെ ട്രെയിനിലിരുന്നു കൊന്തയില്ലുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. മാതാവിൻ്റെ അടുക്കൽ അമ്മ ഇവിടെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു എൻ്റെ മകൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ വന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ കയറി. പിറ്റേ ദിവസം വൈകിട്ടൊക്കെ ആയപ്പോൾ മുംബൈയിലെത്തി. അങ്ങനെ മുംബൈ പോലീസ് സ്റ്റേഷനിലായിട്ട് ഞാൻ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു സ്റ്റേഷനിലായിട്ട് പോരി, സ്റ്റേഷനിൽ ആൾക്കാരുണ്ട്. അങ്ങനെ സ്റ്റേഷനിൽ വന്നു. അങ്ങനെ അവർ പറഞ്ഞു സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് വിളിപ്പിച്ചത്, നിൻ്റെ മെയിൽ ഐ ഡിയിൽ നിന്നാണ് ഒരു പ്രശ്നം പറ്റിയിരിക്കുന്നതെന്ന് പറഞ്ഞ്. ഞങ്ങൾ റൂമെടുത്ത പുള്ളിക്കാരൻ എൻ്റെ ഫോൺ എടുത്തിട്ട് എന്തോ ഒരു പൈസ സംബന്ധമായ ഇടപാട് എന്തോ നടത്തി. ഞാൻ ഉറങ്ങിക്കിടന്നപ്പോഴാണ് ഈ സംഭവം നടന്നത്. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു ആപത്തും വരാതെ കാത്തുപരിപാലിച്ചു. സംഭവം എന്ന് വെച്ചാൽ പൈസ സംബന്ധമായ ഇടപാടുള്ള കാര്യങ്ങളായതുകൊണ്ട് എൻ്റെ മെയിൽ ഐ ഡിയിൽ നിന്നാണ് ഈ സംഭവം നടന്നേക്കുന്നത്. അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് മുംബൈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചത്. അങ്ങനെ പോയി സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. അപ്പോൾ ചോദിച്ചു അവരെന്തിനു ഞങ്ങളിവിടെ മുംബൈയിൽ എന്തിനു വന്നാണ്, അങ്ങനെ കുറേ കാര്യങ്ങളും ഡീറ്റെയിലൊക്കെ ചോദിച്ചു. അപ്പോൾ പ്രൂഫും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചു. അങ്ങനെ പ്രൂഫും എക്സാമിന് വന്ന പ്രൂഫും കാര്യങ്ങളും എക്സാമിൻ്റെ ഡേറ്റിൻ്റെ PDF ഉണ്ടായിരുന്നു കയ്യിൽ. അതെല്ലാം പോലീസ് സ്റ്റേഷനിലായി ചോദിച്ചു. പാസ്പോർട്ട് കൊടുത്തു. പാസ്പോർട്ടിൻ്റെ കോപ്പി ഇതെല്ലാം കൊടുക്കേണ്ടി വന്നു. അതൊക്കെ എല്ലാം അങ്ങനെ കൊടുത്തു. സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. തിരിച്ച് നാട്ടിലോട്ട് പോന്നു. മാതാവിൻ്റെ കൃപ കൊണ്ട് ഒന്നും പറ്റിയില്ല. ഒരാപത്തും വരാതെ കാത്തുപരിപാലിച്ചു എന്നെ. പിന്നെ ഞാൻ രണ്ടാമത് വെച്ചത് എൻ്റെ ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ എക്സാമിൻ്റെ റിസൾട്ടൊക്കെ വന്നല്ലോ. അങ്ങനെ ഒരു 3 മാസം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഗുജറാത്തിൽ നിന്നൊരു കമ്പനിയിൽ നിന്ന് വിളിച്ചു. അങ്ങനെ ഷിപ്പിലായിരുന്നു. അങ്ങനെ നേരെ ജോയിനിങ് ആയി ജൂൺ 6-ാം തീയതി. അങ്ങനെ നേരെ പോയി. 6 മാസത്തെ കോൺട്രാക്റ്റാണ് കിട്ടിയത്. അങ്ങനെ ജൂണിൽ കയറി ഡിസംബറിൽ ഇറങ്ങാമായിരുന്നു. അപ്പോൾ നവംബറൊക്കെ ആയപ്പോൾ 1.5 മാസം കൂടി ഉള്ളായിരുന്നു ബാക്കി തിരിച്ച് നാട്ടിൽ വരാൻ. അപ്പോൾ അങ്ങനെ 1.5 മാസത്തിന് മുമ്പ് ഷിപ്പിൽ വെച്ച് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി. ഒരു വയർ റോപ്പ് പൊട്ടിപ്പോയി. അത് നേരെ വന്ന് തലയിലടിച്ചു കൊണ്ടു. ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. ഹെൽമെറ്റ് പൊട്ടിപ്പോയി. അങ്ങനെ ശരിക്കും ഇഞ്ചുറി ആയി. തലയ്ക്ക് നല്ല പ്രശ്നമായി. അങ്ങനെ പെട്ടെന്ന് തന്നെ മുംബൈ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു തലയ്ക്ക് നല്ല ഇഞ്ചുറി ഉണ്ട്, നേരെ ഫാമിലീനെയൊക്കെ അറിയിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിലോട്ട് വിളിച്ചു പറഞ്ഞു. അപ്പോൾ എൻ്റെ ചാച്ചനും ഞങ്ങളുടെ കസിൻ ചേട്ടനും കൂടെയാണ് വന്നത്. അങ്ങനെ അവർ ഫ്ലൈറ്റ് കയറി മുംബൈയിലെത്തി. ഹോസ്പിറ്റലിൽ വന്നു. എന്നെ ഡിസ്ചാർജ് ചെയ്തു.
നേരെ മെഡിക്കൽ ട്രസ്റ്റിലായിട്ട് ഷിഫ്റ്റ് ചെയ്തു, എറണാകുളം. അങ്ങനെ മെഡിക്കൽ ട്രസ്റ്റിൽ വന്നു. അപ്പോൾ ഒരു ദിവസം എന്നെ ഐസിൽ കിടത്തി. ഞാൻ മാതാവിൻ്റെ കാശ് രൂപവും എല്ലാം ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. മാതാവിൻ്റെ കൃപയുള്ള കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും പറ്റിയില്ല. തലയ്ക്ക് മാത്രം ചെറിയൊരു ഇഞ്ചറി ഉണ്ടായിരുന്നു. അത് നേരെ മെഡിക്കൽ ട്രസ്റ്റിൽ വന്നു. നേരെ ഒരു സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ സർജറി ചെയ്തു. മാതാവിൻ്റെ കൃപയുള്ള കൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറ്റിയില്ല. മാതാവിൻ്റെ സംരക്ഷണത്തിലാണ് ഞാൻ ആ വലിയൊരു ആപത്തിൽ നിന്ന് എന്നെ കാത്തുപരിപാലിച്ചത്. മാതാവിന് 1000 നന്ദി പറയുന്നു ഞാൻ. കാരുണ്യ പ്രവൃത്തികളെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പള്ളിയിലൊക്കെ പോയി, ഇപ്പം വയ്യാത്തവരൊക്കെ ഉണ്ടാവും, അങ്ങനെ അവർക്ക് ഫുഡൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട്, വെള്ളം മേടിച്ച് കൊടുത്തിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ പത്രം മേടിച്ച് അറിയാൻ മേലാത്ത സ്ഥലത്ത് എല്ലായിടത്തും ഞാൻ കൊണ്ടു കൊടുത്ത് വിതരണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകം പറഞ്ഞു കൊടുക്കുന്ന വായിക്കണം, മാതാവിൻ്റെ പത്രമാണെന്ന് പറഞ്ഞു പ്രത്യേകം പറഞ്ഞിട്ടേ കൊടുക്കത്തുള്ളൂ. മാതാവ് തന്ന എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധമ്മയ്ക്ക് 1000 നന്ദി. എൻ്റെ മകനെയും ഇവിടെ നിർത്തിയതിനോർത്ത് എത്ര നന്ദി പറഞ്ഞാലും മതിയാല. അതിന് മാത്രം അനുഗ്രഹങ്ങളാണ് പരിശുദ്ധമ്മ എനിക്ക് വേണ്ടി എനിക്കും എൻ്റെ കുടുംബത്തിനും തന്നത്. അമ്മ എല്ലാ ആപത്തിൽ നിന്നും അപകടത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ ഒരുപാട് കാത്തു പരിപാലിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാലും ചുരുങ്ങിയ രീതിയിലാണെങ്കിലും ഇവൻ്റെ രീതിയിൽ ഇവൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എങ്കിലും പരിശുദ്ധമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഇവൻ അപകടം പറ്റിയ സമയത്തൊക്കെ എല്ലാം എന്നെ ആരും എന്നോടൊന്നും പറഞ്ഞുമില്ല. ഞാൻ ആകെപ്പാട് ടെൻഷനായിരുന്നു. എന്നെ ഇവൻ്റെ ചീഫ് കപ്പലിലെ ക്യാപ്റ്റനാണ് വിളിച്ചും പറഞ്ഞത്, അമ്മ പേടിക്കേണ്ട, ദൈവാനുഗ്രഹം കൊണ്ടാണ് അമ്മയുടെ മകൻ രക്ഷപ്പെട്ടത്, എന്തോ ദൈവാനുഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ചീഫ് എൻജിനീയറിൻ്റെ മുംബൈയിൽ ഒരു ഇവൻ ഹോസ്പിറ്റലിൽ ഇറന്നപ്പോഴത്തേക്ക് അവിടെ ഒരു ചീഫ് എൻജിനീയർ ഉണ്ടായിരുന്നു. ആ ചീഫ് എൻജിനീയറിൻ്റെ നമ്പർ എൻ്റെ കയ്യിൽ തന്നു. അമ്മ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിളിച്ച് ഇവനുമായിട്ട് സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു, അമ്മ പേടിക്കണ്ട, എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പക്ഷേ ഇവന് ഹെഡ് ഇഞ്ചുറി ആണെന്ന് പറഞ്ഞ് സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് തലക്ക് നല്ല ഇതുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ എന്നെ ആരും അറിയിച്ചുമില്ല. എൻ്റെ മകള് ഒരുപാട് വിഷമിച്ച എൻ്റെ മകള് നേഴ്സാണ്. മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. എങ്കിലും അവൾ ഇറ്റലിലാണ്. അങ്ങനെ അമ്മയുടെ അനുഗ്രഹത്താൽ ഒരുപാട് കാര്യങ്ങൾ അമ്മ നടത്തി തന്നു. അമ്മയുടെ സംരക്ഷണത്തിൽ അമ്മയുടെ കാശുരൂപവും അമ്മയുടെ ഉപ്പും തേനും നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ അമ്മ ഞങ്ങൾക്ക് നടത്തി തന്നു. അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാകുകയില്ല. പിന്നെ ഇവൻ പരീക്ഷ എഴുതാൻ പോയി. മുംബൈയിൽ സ്റ്റേഷനിൽ വെച്ച് പോലീസ് സ്റ്റേഷനിലെ കാര്യം വെച്ച് അവിടുന്ന് ഒരു പേപ്പർ വന്നപ്പോഴത്തേക്ക് ഞാൻ അവിടെ ആ പേപ്പറുമായിട്ട് ഞാൻ മാതാവിൻ്റെ നടയിൽ ഇവിടെ വന്ന് ഈ അൾത്താരെ വന്ന് അമ്മയുടെ നടയിൽ വന്ന് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ മകന് ഒരു ആപത്തും വരുത്തില്ല, എൻ്റെ മകനെ കാത്തുകൊള്ളണേന്ന്. അതിനുശേഷം ഞാൻ ആ പേപ്പറുമായിട്ട് വീട്ടിൽ തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് ഇവരെത്തണ സമയത്ത് തന്നെ പിന്നെയും ഞാൻ ഇവിടെ മാതാവിൻ്റെ അടുത്ത് ഓടിയെത്തി. അമ്മ മാതാവേ ഇന്ന് തന്നെ ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി തന്നെ എന്ന് പറഞ്ഞു. ഞാൻ വീട്ടിലെത്തിയപ്പോൾ തന്നെ എനിക്ക് ഫോൺ വന്ന്, അമ്മ ഞങ്ങളിവിടെ സ്റ്റേഷനിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞ്. അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അവിടെ നിന്ന് ആ സ്റ്റേഷനിൽ നിന്ന് തന്നെ അമ്മ എല്ലാ കാര്യവും നടത്തി ഒരു ആപത്തും കൂടാതെ എൻ്റെ മകനെ അവിടെ നിന്ന് കാത്തു പരിപാലിച്ചു. ഇത്രയൊക്കെ ചെയ്ത എൻ്റെ പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ബീന ജോസ്. ഞാൻ ചുങ്കപ്പാറ ലിറ്റിൽ ഫ്ലവർ ഇടവകയിൽ നിന്നും വരുന്നു. ഞാൻ ഈ പരിശുദ്ധമായ അൾത്താരയിൽ 2ാമത്തെ തവണയാണ് സാക്ഷി പറയുവാൻ വേണ്ടി പരിശുദ്ധ അമ്മയും ഈശോയും എന്നെ അനുവദിച്ചിരിക്കുന്നത്. എൻ്റെ ഉടമ്പടി ജീവിതം നിത്യജീവനിലേക്കുള്ള ഒരു വാതിൽ പോലെയാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷമായ ഒരു ഉടമ്പടി ജീവിതം നയിക്കുവാൻ എനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. സങ്കീർത്തനം 92:10 പ്രകാരം പറയുന്നു, അവിടുന്ന് എൻ്റെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തി, അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു. എന്നും രാവിലെ 5:30 ബഹുമാനപ്പെട്ട അച്ഛനോടൊപ്പം ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയ്ക്ക് കൂടി വിശുദ്ധ തൈലം നെറ്റിൽ കുരിശിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി വിശുദ്ധ കുർബാനയ്ക്കായി പോകുമ്പോൾ വല്ലാത്തൊരു ആനന്ദമാണ്. ആ ദിവസം മുഴുവൻ പരിശുദ്ധ അമ്മ എന്നെ കൈപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് പ്രത്യേകമായി എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ടായ 2-3 അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു.
ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഡിസംബർ 13, 2022 ഇതെൻ്റെ 9ാമത്തെ പുതുക്കലാണ്. എനിക്ക് 5 വർഷത്തോളമായി വല്ലാത്ത മുട്ടിന് വേദനയായിരുന്നു. കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഞാൻ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്തു. കഴിഞ്ഞ വർഷത്തെ ജപമാല റാലിയിൽ പങ്കെടുത്തത് 2 മുട്ടിനും ഈ ക്യാപ്പിട്ടാണ്. 2 മാസത്തിന് ശേഷം ഒരു ദിവസം ഞാൻ പള്ളിയിൽ പോയപ്പോൾ ഈ ക്യാപ്പിടാൻ മറന്നുപോയി. പോയപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ എന്ത് ചെയ്യും? ഞാൻ അരമണിക്കൂറോളം നടന്നു വേണം എനിക്ക് വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും അരമണിക്കൂർ വീതമുണ്ട്. തിരിച്ചു വന്നപ്പോൾ എനിക്ക് വേദനയില്ല. അപ്പോഴാണ് എനിക്ക് ഈ സൗഖ്യം മാതാവ് ഈശോയിലൂടെ തന്നല്ലോ എന്ന് ഞാൻ തിരിച്ചറിയുന്നത്. അതിൽ പിന്നെ ഇന്ന് വരെ ഞാൻ മുട്ടിന് ക്യാപ്പിട്ടിട്ടില്ല. എനിക്ക് മുട്ടിന് യാതൊരു വേദനയില്ല. മുട്ടുകുത്തി ജപമാല ചെല്ലാനോ മറ്റു കാര്യങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. പൂർണ്ണമായ സൗഖ്യം ആ ജപമാല റാലിയിലൂടെ എനിക്ക് ലഭിച്ചിരിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. രണ്ടാമതായി ഞാനൊരു സാക്ഷ്യം കേൾക്കുകയാണ്. ഒരു മകൾ ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുന്നു. വർഷങ്ങളേറെയായിട്ടുള്ള യൂറിൻ ഇൻഫെക്ഷൻ മാറിയെന്ന്. ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടില്ല, പക്ഷേ ഞാൻ 10 വർഷത്തോളമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമായിരുന്നത്. ചൂടുകാലം വരുമ്പോൾ ഡോക്ടറെ കാണുകയും ഈ വയറുവേദന വരും, ഇൻഫെക്ഷൻ ഉണ്ടാകും, ഡോക്ടറെ കാണും, ആൻറ്റിബയോട്ടിക് കഴിക്കും, പിന്നെ അതുപോലെ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. എന്നാൽ ഇപ്പോൾ കുറച്ച് മാസങ്ങളായി എനിക്കതില്ല. ഈ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ ഓർക്കുക, എനിക്കിതില്ലല്ലോ, ഞാനിപ്പോൾ മരുന്ന് കഴിക്കുന്നില്ലല്ലോ. ഞാൻ അറിയാതെ തന്നെ പരിശുദ്ധ അമ്മ ഈശോയിലൂടെ എനിക്ക് ആ രോഗസൗഖ്യം തന്നെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും. കാരണം 15 വർഷമായി ഞങ്ങൾ വളരെയധികം ആഗ്രഹിച്ചാണ് ഒരു പെയിൻറ്റിങ് നടത്താൻ, മെയിൻ്റനൻസ് പണി നടത്താൻ. ഞങ്ങൾക്ക് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിൽ കഴിയുന്ന കാലം, മക്കളെയൊക്കെ പഠിപ്പിക്കുന്ന സമയം, ഒരു രക്ഷയില്ല. പക്ഷേ എങ്ങനെയോ എവിടെയൊക്കെയോ പല വ്യക്തികളിലൂടെ കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ ഞങ്ങൾക്ക് വളരെ ഭംഗിയായി ആ വീടിൻ്റെ പെയിൻറ്റിങ് നടത്താനും മറ്റു പണികൾ നടത്താനും ഒരു പുതിയ വീട് പോലെ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. 16/3/2025 രാവിലെ ഞാൻ വെളുപ്പിന് 5:30 ഉള്ള പ്രത്യക്ഷീകരണ പ്രാർത്ഥന സമയത്ത് ഞാനിങ്ങനെ നോക്കി നിൽക്കെ നീലത്തിരിയിൽ പരിശുദ്ധ അമ്മയുടെ രൂപം തെളിഞ്ഞു വന്നു. നന്നായിട്ട് ഞാനത് മൊബൈലിൽ പകർത്തിയിട്ടുണ്ട്. നല്ലതായി അമ്മയുടെ രൂപം തെളിഞ്ഞ് പ്രകാശിച്ച് ആ പ്രാർത്ഥന തീരുവോളം ഉണ്ടായിരുന്നു. തിരികെടുത്തുവോളം അമ്മയുടെ രൂപം കാണുവാനുള്ള ഒരു ദർശനം ഭാഗ്യം എനിക്ക് പരിശുദ്ധ അമ്മ അനുവദിച്ചു തന്നു. പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി. പിന്നെ എനിക്ക് ഇപ്പോൾ 2 മാസത്തോളമായി പരിശുദ്ധ അമ്മ എൻ്റെ ഉള്ളിലിരുന്ന് ഇങ്ങനെ പറയുവാണ്, നിനക്ക് ആരോടേലും ഒരു വിദ്വേഷം തോന്നിയോ? നീ ജപമാല ചൊല്ലിക്കോ. അപ്പം തന്നെ എനിക്ക് തോന്നുകയാണ് ജപമാല എൻ്റെ പാപത്തിന് പ്രായശ്ചിത്തമായി. ഞാൻ മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കണമെന്നാണല്ലോ ഈശോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ നീരസം പോലും തോന്നിയാലും അമ്മ ഉള്ളിലിരുന്ന് പറയും, നീ വേഗം ജപമാല ചൊല്ല്, നീ എന്തിനാ അവരെ പറ്റി അങ്ങനെ ചിന്തിക്കുന്നത്. ഞാൻ ജപമാല ചൊല്ലും, അത് എൻ്റെ മനസ്സിൽ നിന്ന് അങ്ങ് മാറും. അതുപോലെ തന്നെ ചിലപ്പോൾ നടന്നു പോകുന്ന വഴികളിൽ, പള്ളിയിൽ പോകുമ്പോഴോ യാത്ര പോകുമ്പോഴോ ചില വ്യക്തികളെ കാണുമ്പോൾ പരിശുദ്ധ അമ്മ തോന്നിക്കും, അതിന് ആളാരാണെന്നറിയില്ല, ആൾക്ക് എന്നെ അറിയില്ല, പക്ഷേ നീ ആ വ്യക്തിക്ക് വേണ്ടി ഇത് പ്രാർത്ഥിച്ചോ, ഒരു നന്മ അറിഞ്ഞറും ചൊല്ലിക്കോ. ഞാൻ ചൊല്ലും. അവരും അറിയില്ല, പക്ഷേ അമ്മ അറിയുന്നു, ഈശോ അറിയുന്നു, അവർക്ക് നന്മയുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒത്തിരി എനിക്ക് അനുഭവങ്ങൾ ചെറുതും വലുതുമായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എല്ലാം പറയുവാനുള്ള സാഹചര്യമില്ലാത്തത് കൊണ്ട് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ചെയ്യുന്നത് എല്ലാ ചൊവ്വാഴ്ചകളിലും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടുകയും അത് എൻ്റെ കോൺടാക്റ്റിലുള്ള എല്ലാവർക്കും ഷെയർ ചെയ്യുകയും സ്റ്റാറ്റസ് ഇടുകയും ചെയ്യുന്നുണ്ട്. അച്ഛൻ ഡെയിലി ബ്രെഡിലൂടെ പകരുന്ന ഓരോ വചനങ്ങളും ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്, മക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക, സ്റ്റാറ്റസ് ഇടുക. ബൈബിൾ വായിക്കുമ്പോൾ കിട്ടുന്ന ചില വചനങ്ങൾ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അത് അപ്പോൾ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുകയും സ്റ്റാറ്റസ് ഇടുകയും ചെയ്യാറുണ്ട്. അതുപോലെ പത്രങ്ങൾ ഞാൻ ഇവിടുന്ന് പോകും, എല്ലാ മാസവും തന്നെ ഞാൻ ഇവിടെ വരാറുണ്ട്. തിരിച്ചു പോകുമ്പോൾ ബസ്സിൽ മുഴുവൻ ഇരുന്ന് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലും. ആ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ചങ്ങനാശ്ശേരി ടൗണിൽ ഇറങ്ങി ഇപ്പുറത്തെ സ്റ്റാൻഡിൽ നിന്ന് അപ്പുറത്തെ സ്റ്റാൻഡ് വരെ ഞങ്ങളിങ്ങനെ നടക്കും. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയും കൂടാണ് വരാറ്. ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്കെല്ലാം വിശ്വാസപ്രമാണം ചൊല്ലി കൊടുത്തുകൊണ്ടിരിക്കും. ഒത്തിരി പേരിൽ നിന്നും തിരസ്കരണം കിട്ടുന്നുണ്ട്. ആദ്യം ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ അച്ഛൻ ധ്യാന പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഓരോ തിരസ്കരണവും നിങ്ങൾക്ക് അനുഗ്രഹമായിട്ടിരിക്കട്ടെ എന്ന്. ഇപ്പം
മേടിക്കാതിരിക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ്. ഞാൻ എണ്ണും കയ്യിൽ 1 2 3 അങ്ങനെ എണ്ണി എത്ര പേര് മേടിക്കുന്നില്ലോ അത്രയും അനുഗ്രഹം നമുക്കല്ലേ കിട്ടുന്നത്. പക്ഷേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ദൈവമേ ഏതെങ്കിലും ഒരു ദിവസം അവർക്ക് ഈ കൃപാസനത്തെ പറ്റി തിരിച്ചറിയാനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. കാരുണ്യ പ്രവർത്തികൾ മാസത്തിലൊരിക്കൽ ഞങ്ങൾ കാരുണ്യ ഭവനങ്ങൾ സന്ദർശിക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നു. അവർക്ക് മരുന്നിനുള്ള സാമ്പത്തിക സഹായങ്ങളൊക്കെ എല്ലാ മാസവും കൃത്യമായി ചെയ്തു വരുന്നുണ്ട്. അതുപോലെ പരിശുദ്ധ അമ്മ പ്രത്യേകം അനുഗ്രഹിച്ചുകൊണ്ട് കിടപ്പ് രോഗിയായിട്ടുള്ള ഒരമ്മ 10 വർഷത്തിലേറെയായി ഒരു വശം തളർന്നു കിടക്കുന്നതാണ്. ആ അമ്മയെ ആഴ്ചയിൽ ഒരു ദിവസം പോയി കുളിപ്പിച്ച് എല്ലാ ശുശ്രൂഷകളും ചെയ്യാനായിട്ടുള്ള വലിയ കൃപ അമ്മ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ പരിശുദ്ധ അമ്മ ഞാൻ ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഞാൻ ആഗ്രഹിക്കുകയാണ്, അമ്മ എനിക്ക് ഒത്തിരി ഒന്നും ചെയ്യാൻ അറിയത്തില്ലല്ലോ, ഞാൻ എന്താ ചെയ്യണ്ടേ, എനിക്ക് ആരെങ്കിലും സഹായിക്കണമല്ലോ. അപ്പോൾ എന്നോട് അമ്മ പറഞ്ഞു, നീ ഒന്ന് കണ്ണ് തുറന്ന് നടക്ക്, നീ എന്നും പള്ളിയിൽ പോകുന്നുണ്ടല്ലോ, കണ്ണ് തുറന്ന് നടക്ക്. അപ്പോൾ ഞങ്ങളുടെ ടൗണിൽ സ്റ്റാൻഡിൽ തന്നെ ഒരു കാല് തളർന്ന ഒരു അച്ചായനുണ്ട്. അച്ചായൻ തന്നെയാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കും, മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഒരു ഷെഡേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ തീരുമാനിച്ചു, ഞാൻ എന്തിനാ ഇങ്ങനെ ഉടമ്പടി എടുത്തിട്ട് ഒന്നും ചെയ്യാതെ നടക്കണ്ടല്ലോ, അപ്പോൾ അമ്മ ഇങ്ങനെ കണ്ണു തുറന്ന് നടക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ അച്ചാനെ ഞാൻ പെട്ടെന്ന് ഓർത്തു, അന്ന് മുതൽ ഇന്ന് വരെ അദ്ദേഹത്തിന് ഒരു നേരത്തെ ഭക്ഷണം, വൈകിട്ടത്തെ അത്താഴം ഞാൻ ജീവിത പങ്കാളിയുടെ കൈ കൊടുത്തുവിടും. അദ്ദേഹത്തിന് വൈകിട്ടത്തെ ഭക്ഷണം ഞാൻ കൊടുക്കുന്നു. അതുപോലെ തന്നെ ബാക്കി 2 നേരവും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത 2 സഹോദരികൾ രാവിലത്തെയും ഉച്ചക്കത്തെയും ഭക്ഷണം കൊടുക്കുന്നു. ആ അപ്പച്ചന് തീ കത്തിക്കേണ്ട ആവശ്യമില്ല, 3 നേരവും ഭക്ഷണം കൊടുക്കുവാനായിട്ട് ഈ ഉടമ്പടി ജീവിതത്തിലൂടെ എനിക്കും എൻ്റെ കൂട്ടുകാർക്കും സാധിക്കുന്നു. എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ടുള്ള വലിയ കൃപ എനിക്ക് ദൈവം തന്നിരിക്കുന്നു. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിൽ പരിസമ്മയുടെ മധ്യസ്ഥത്താൽ എനിക്ക് കൊയറിൽ വിശുദ്ധ കുർബാനയിൽ പാട്ടുപാടി വിശുദ്ധ കുർബാന ബലി അർപ്പിക്കാനുള്ള വലിയ കൃപ. അതുപോലെ തന്നെ വിശുദ്ധ കുർബാന ഉയർത്തുമ്പോൾ ഒരു അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ഞാൻ ആഗ്രഹിക്കും, വലിയ ഹോസ്തി ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ എനിക്കതിലൊരു ശകലം കിട്ടിയിരുന്നെങ്കിൽ, കുട്ടിത്തമാണെന്ന് തോന്നിപ്പോകും ഒരു പക്ഷേ ഞാൻ അങ്ങനെ എന്ന് പ്രാർത്ഥിക്കുന്നോ അന്ന് അച്ഛനത് വിശുദ്ധ കുർബാന നാവിൽ വെച്ച് തരുമ്പോൾ ആ വലിയ ഹോസ്തിയിൽ ഒരു ഭാഗം എനിക്കായിട്ട് ലഭിക്കുന്ന അനുഭവം വളരെ ഉണ്ടായിട്ടുണ്ട്. അതിലൂടെ ഈശോ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ടായിട്ടുണ്ട്. വിശുദ്ധ കുമ്പസാരം 3 ആഴ്ചയിലൊരിക്കൽ വിശുദ്ധ കുമ്പസാരം നടത്തുവാനും അനുതാപത്തോടെ വിശുദ്ധ കുമ്പസാരം നടത്തി വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാൻ ദൈവം എന്നെ അനുവദിക്കുന്നുണ്ട്. ഇത്രത്തോളം അനുഗ്രഹങ്ങളും ഈ ഉടമ്പടിയിലൂടെ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ കുടുംബവും അത് എന്നോടൊപ്പം എല്ലാ കാര്യത്തിലും സഹകരിക്കുന്നുണ്ട്. മക്കളാരും കൂടെയില്ല, പക്ഷേ അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ പരിശുദ്ധ അമ്മയെ ഈ കൃപാസന മാതാവിൻ്റെ ഉദ്ഘോഷിക്കുവാനും അവരിലൂടെ പലരും ഉടമ്പടിയിലെടുക്കുവാനും സാധിച്ചിട്ടുണ്ട്. ഇവിടെ മക്കൾ വരുമ്പോഴൊക്കെ ഞങ്ങൾ ഇവിടെ വരും, ഇവിടെ വന്ന് അമ്മയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് പോകാറുണ്ട്. ഇനിയും എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം ഉടമ്പടി ജീവിതം നയിക്കണമെന്നാണ് ആഗ്രഹം. നിത്യജീവിതത്തിലേക്കുള്ള ലക്ഷ്യമാണ് എൻ്റെ പ്രധാന ലക്ഷ്യം. എൻ്റെ കുടുംബത്തിനും ആ ലക്ഷ്യം തന്നെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ഒരിക്കൽ കൂടി സാക്ഷ്യം പറയുന്നതിന് അനുവദിച്ച ദൈവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ഷീബ. ഞാൻ കൊച്ചി രൂപതയിൽ കുമ്പളങ്ങി സെൻറ്റ് ജോർജ് ഇടവക അംഗമാണ്. ഞാൻ 2018 ആദ്യമായി ഉടമ്പടി എടുത്തിട്ടുള്ളത്. ഞാൻ 2022 ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. കഴിഞ്ഞ 3 വർഷത്തെ ഉടമ്പടി ജീവിതത്തിൽ മാതാവ് എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്കും നന്ദി സാക്ഷ്യപ്പെടുത്തുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ 2022 വരെ ഈ ഡെപ്യൂട്ടേഷനിൽ എറണാകുളത്താണ് ജോലി ചെയ്തിരുന്നത്. എന്നാൽ എൻ്റെ പേരൻറ് ഡിപ്പാർട്ട്മെൻറ്റ് പുനലൂരിലായിരുന്നു. എൻ്റെ റിട്ടയർമെൻറ്റ് അടുത്തതുകൊണ്ട് എനിക്ക് തിരിച്ച് പുനലൂരിലേക്ക് ജോലിയിൽ പ്രവേശിക്കേണ്ടതായി വന്നു. അപ്പം വളരെയധികം ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് തിരിച്ച് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജോലിയിൽ പ്രവേശിക്കുമ്പോൾ, ഒരു സൂപ്രണ്ട് എന്ന ജോലിയിൽ ഞാൻ പ്രവേശിക്കുമ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ചെയ്യേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊക്കെ നന്നായി ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് ഉടമ്പടിയിൽ നിയോഗം വെച്ചു. മാതാവേ, ഈ 2 വർഷം എനിക്കിനി സർവീസുള്ള കാലം നല്ല രീതിയിൽ നല്ല ഉത്തരവാദിത്വത്തോടുകൂടി അവിടെ നിന്ന് ജോലി ചെയ്ത് എൻ്റെ സർവീസ് പൂർത്തിയാക്കാൻ ഉള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എനിക്ക് എൻ്റെ ഉത്തരവാദിത്തങ്ങൾ, ഒരു സൂപ്രണ്ടെന്ന നിലയിൽ ഞാൻ ഒരുപാട് ഉത്തരവാദിത്തങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും എല്ലാ കാര്യങ്ങൾക്കും മാതാവ് എനിക്ക് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ടേബിളിൽ എപ്പോഴും മാതാവിൻ്റെ ഒരു പടം വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ജോലി തുടങ്ങുന്നതിന് മുമ്പ് എന്നും
പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടാണ് എൻ്റെ ജോലി തുടങ്ങിയിരുന്നത്. ഓരോ ഫയൽ എടുക്കുമ്പോഴും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ കൃപാസന ഉപ്പ് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി എനിക്ക് ചെയ്യാൻ എനിക്ക് മാതാവ് അനുഗ്രഹിച്ചു. ഞാൻ 2024 വിജയകരമായി സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത്, അത് മാതാവിൻ്റെ ഒരു ബ്ലാക്ക് മാർക്ക് പോലും എൻ്റെ സർവീസിൽ ഉണ്ടാകാതെ എനിക്ക് റിട്ടയർ ചെയ്യാൻ സാധിച്ചു. അത് എൻ്റെ മാതാവിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ അനുഗ്രഹത്തിന് ഞാൻ മാതാവിന് നന്ദി പറയുന്നു. ഞാൻ 2022 തിരിച്ച് പുനലൂർ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ 2 ദിവസമൊക്കെയാണ് വീട്ടിൽ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ രാത്രിയൊക്കെ യാത്ര ചെയ്ത് വരേണ്ടി വരും, രാവിലെ വെളുപ്പിനെയും യാത്ര ചെയ്തേണ്ടി വരും. ആ സമയത്തൊക്കെ എൻ്റെ കൂടെ മാതാവ് ഉണ്ടായിരുന്നു. എൻ്റെ ഓരോ കാര്യങ്ങളിലും എൻ്റെ യാത്രയിൽ എപ്പോഴും ഞാൻ മെഡൽ കുത്തിയിട്ടാണ് യാത്ര ചെയ്തിരുന്നത്. എന്നെ യാതൊരു ആപത്തും കൂടാതെ എൻ്റെ എല്ലാ കാര്യങ്ങളിലും എൻ്റെ കുടുംബജീവിതവും എൻ്റെ ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പിന്നെ ഞാൻ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ EPF പെൻഷനായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. EPF പെൻഷൻ വളരെ തുച്ഛമായ ഒരു തുകയായിരുന്നു. അത് റിട്ടയർമെൻ്റ് അടുത്ത് വന്നതോടുകൂടിയാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. ഈ പെൻഷൻ കൊണ്ട് എങ്ങനെ ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകും. അതോടുകൂടി തന്നെ സുപ്രീം കോടതിയുടെ ഒരു കേസ് നടക്കുന്നുണ്ടായിരുന്നു EPF ഉയർന്ന പെൻഷന് വേണ്ടി. 2023 സുപ്രീം കോടതിയുടെ വിധി വരികയും ഉയർന്ന പെൻഷൻ അനുവദിക്കുവാൻ ഉത്തരവാകുകയും ചെയ്തു. ഞാൻ മാതാവിനോട് അത് നിയോഗത്തിൽ വെച്ചിരുന്നു. എൻ്റെ റിട്ടയർമെൻ്റ് ആകുമ്പോൾ എനിക്ക് പുതിയ ഹയർ പെൻഷൻ അനുവദിച്ച് കിട്ടണമെന്ന്. എന്നാലും പിന്നീടും അതിൻ്റെ വർക്കുകളൊക്കെ പൂർത്തിയാക്കാൻ ഒരുപാട് താമസം ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്ന് ഒക്ടോബർ മാസത്തിൽ ഉടമ്പടിയിൽ പുതുക്കിയപ്പോൾ നിയോഗം വയ്ക്കുകയും 2024 അഖണ്ഡ ജപമാലയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി 2024 ഞാൻ റിട്ടയർ ചെയ്ത് 6 മാസത്തിനുള്ളിൽ എനിക്ക് ഹയർ പെൻഷൻ അനുവദിച്ച് കിട്ടി. ഇപ്പോൾ എനിക്ക് നല്ലൊരു തുകയായിട്ട് പെൻഷൻ ലഭിക്കുന്നുണ്ട്. ഇതെനിക്ക് മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഇത്രയും നാൾ നടക്കാതിരുന്ന ഒരു കാര്യം എൻ്റെ റിട്ടയർമെൻ്റ് ആയപ്പോൾ സുപ്രീം കോടതിയുടെ വിധി വരികയും അതിനനുകൂലമായിട്ട് തീരുമാനം ഉണ്ടാകുകയും ചെയ്തത് മാതാവ് എനിക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമായി ഞാൻ കരുതുന്നു. പിന്നെ ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് ഒരു EPFൻ്റെ ഒരു കേസ് നിലനിൽക്കുന്നുണ്ടായിരുന്നു. അത് പ്രകാരം ഒരു ബാധ്യതയായിട്ട് റിട്ടയർ ചെയ്ത് പോകുമ്പോൾ എല്ലാവരും ഒരു തുക അവിടെ കെട്ടിവെക്കണമായിരുന്നു. അതിന് റിട്ടയർ ചെയ്ത് എല്ലാവരും പോകുമ്പോൾ ആ പൈസ നല്ലൊരു തുക അവിടെ അടച്ചു വെച്ചിട്ടായിരുന്നു സർവീസ് ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിരുന്നത്. അപ്പം ഞാനത് മാതാവിനോട് ഉടമ്പടിയിലായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. ഞാൻ മാതാവ് അത് നടത്തിത്തരുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെ റിട്ടയർമെൻ്റ് അടുത്തിട്ടും ഒന്നും തീരുമാനമാകാത്തത് കൊണ്ട് 2024 ഞാൻ ഇതുപോലെ അഖണ്ഡ ജപമാലയിൽ അതും നിയോഗം വെച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അത് ഗവൺമെൻറ്റിലേക്ക് ഒരു കത്ത് പോവുകയും അതിന് മറുപടി ഉടനെ ഉണ്ടാകും എന്ന് പറയുകയും ചെയ്തു. എന്നാൽ 2024 ഞാൻ നവംബറിൽ റിട്ടയർ ചെയ്തപ്പം അതിനൊരു തീരുമാനം ഉണ്ടായില്ല. അപ്പം ഞാനത് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കിതിലൊരു തീരുമാനം എടുക്കണം. ഞാൻ ഈ പൈസ അടച്ചിട്ട് എൻ്റെ ഗ്രാറ്റുവിറ്റി വാങ്ങണോ അതോ ഞാൻ അത് അടയ്ക്കാതെ വെയിറ്റ് ചെയ്യണോ? അതിനെനിക്ക് ഒരു തീരുമാനം മാതാവ് എനിക്കൊരു മെസ്സേജ് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് പ്രകാരം എനിക്ക് ആ സമയത്ത് ഒരു അനുകൂലമായിട്ടൊരു വേറൊരു തീരുമാനം അറിയാൻ സാധിച്ചു. എനിക്ക് ഇൻകം ടാക്സ് ഞങ്ങൾക്ക് ഈ ഫിനാൻഷ്യൽ ഇയർ 24-25 ഞാൻ പൈസ അടച്ച് വാങ്ങിയാൽ എനിക്ക് 1 ലക്ഷം രൂപയോളം ഇൻകം ടാക്സ് വരുമായിരുന്നു. എന്നാൽ ഞാനത് ഏപ്രിലാണ് എൻ്റെ തുക കൈപ്പറ്റുന്നതെങ്കിൽ എനിക്ക് ടാക്സ് ഒഴിവാക്കി കിട്ടുമായിരുന്നു. അപ്പം ഞാനതൊരു ടാക്സ് കൺസൾട്ടൻറ്റിനോട് സംസാരിച്ചപ്പോൾ അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ വാങ്ങിയാൽ അത്രയും രൂപ ടാക്സ് ഒഴിവായി കിട്ടുമെന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി ഇത് മാതാവ് ഇടപെട്ടിട്ടുള്ളതാണ്. 3 മാസം കൂടെ ഞാനത് നീട്ടി അടക്കാതിരിക്കാനായിട്ട് മാതാവ് അതിനുള്ളിൽ എന്തെങ്കിലും ഉത്തരവാകും, അതിനുവേണ്ടി മാതാവ് ഇടപെട്ട ഒരു കാര്യമാണ്. ഇത്രയും രൂപ എനിക്ക് ഒഴിവാക്കി തന്നത് മാതാവ് തീർച്ചയായിട്ടും ഇടപെട്ടതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ പിന്നെ മാർച്ചായിട്ടും പിന്നെ തീരുമാനമൊന്നും ഉണ്ടായില്ല. അപ്പം ഞാൻ ഏപ്രിൽ 1-ാം തീയതി ജോസഫ് അച്ഛൻ്റെ വന്ന് കാണുകയും അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ചെയ്തു. അച്ഛൻ ഞാൻ ആ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ ഡോക്യുമെൻറ്റ്സ് ബ്ലെസ് ചെയ്തിട്ട് പ്രാർത്ഥിക്കുകയും എനിക്കൊരു മെഡൽ തരികയും ചെയ്തു. ഞാൻ എല്ലാ ദിവസവും ആ മെഡൽ വെച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്ന സമയവും സന്ധ്യാപ്രാർത്ഥന സമയത്തും മാതാവിനോട് നിയോഗം പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി വീണ്ടും അത് തീരുമാനം ഉടനെ ആകുമെന്ന് അറിയാൻ സാധിച്ചു.
എന്നാൽ അത് വീണ്ടും ലാഗ് ചെയ്ത് പോയി. അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവ് എന്താ ഇങ്ങനെ എനിക്ക് പിന്നെ നീട്ടിക്കൊണ്ട് പോകുന്നത്? എനിക്കൊരു ബൈബിൾ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് പുറപ്പാട് 14:14, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഒരുപാട് ടെൻഷൻ അടിക്കണ്ട, മാതാവ് ഇടപെട്ടിട്ടുണ്ട്, ഞാൻ ശാന്തമായിട്ടിരുന്നാൽ മതി, ഒരു തീരുമാനം എന്തായാലും ഉടനെ ആകുമെന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ ജോസഫ് അച്ഛൻ്റെ ടോക്കിൽ ഞാൻ കേട്ടു, ചില കാര്യങ്ങളിൽ ടൈം ലാഗ് വരുമ്പോൾ അത് നിങ്ങൾ മാതാവിൻ്റെ അടുത്ത് പരിഭവം പറയരുത്, അത് ദൈവഹിതമാണെന്ന് മനസ്സിലാക്കി നിങ്ങളത് അക്സെപ്റ്റ് ചെയ്ത് ചെയ്യണം. നിങ്ങൾ മാതാവിനോട് പരിഭ്രമിച്ചാൽ നിങ്ങൾ സോറി പറയണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് സോറി പറഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ എത്ര നാളായാലും എനിക്കൊരു തീരുമാനം, മാതാവിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, എനിക്കിത് നടത്തി തരുമെന്ന് മാതാവ് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ട് ടൈം ലാഗ് ചെയ്താലും കുഴപ്പമില്ല, എൻ്റെ കാര്യം മാതാവ് ഏറ്റെടുത്തിട്ടുണ്ടെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ജൂണിലും ജൂലൈയിലും അത് നടന്നില്ല. എന്നാൽ ഓഗസ്റ്റ് മാസത്തിൽ ബോർഡ് മീറ്റിംഗ് ഒരു ആദ്യത്തെ ചൊവ്വാഴ്ചയാണെന്ന് പറഞ്ഞു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി അന്ന് ഉടമ്പടി പ്രാർത്ഥനയുള്ള ദിവസമാണ്. ഞാൻ അന്ന് രാവിലെ 10 മുതൽ ഉടമ്പടി പ്രാർത്ഥന കൂടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്ന് 3 മണിക്ക് എനിക്കൊരു മെസ്സേജ് വന്നു, ഞങ്ങളുടെ ഓർഡർ ആയിട്ടുണ്ട്, ഇനിയുള്ള ആരുടെയും ലയബിലിറ്റി അടയ്ക്കേണ്ട എന്നറിയാൻ സാധിച്ചു. അത് അന്ന് മാതാവിൻ്റെ ഉടമ്പടി പ്രാർത്ഥനയിൽ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നതാണ്. അന്ന് തന്നെ എനിക്ക് 3 മണിക്ക് മെസ്സേജ് വന്നു, ഇങ്ങനെ അനുകൂലമായിട്ടൊരു ഉത്തരവായെന്ന്. പിന്നീട് അത് കിട്ടാൻ, ആ ഫണ്ട് കിട്ടാൻ പിന്നെയും വീണ്ടും 2 മാസത്തെ താമസം വന്നു. അപ്പം സെപ്റ്റംബറിൽ ഓണം ആയതുകൊണ്ട് കുറച്ച് ഷോർട്ടേജൊക്കെ വന്നതുകൊണ്ട് ഒക്ടോബറിലേക്ക് നീണ്ടുപോയി. അപ്പം ഞാൻ ഒക്ടോബർ 1-ാം തീയതി ഇവിടെ വരികയും മാതാവിൻ്റെ അൾത്താരയിൽ വന്ന് പ്രാർത്ഥിക്കുകയും, മാതാവെ 7 ദിവസം, ഈ ഒക്ടോബർ 7-ാം തീയതി എന്നൊരു ഡേറ്റ് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, അതിനുള്ളിൽ എനിക്ക് എൻ്റെ ഗ്രാറ്റുവിറ്റി കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി 6-ാം തീയതി എനിക്ക് കോൾ വന്ന് ഓഫീസിലേക്ക് ചെല്ലാൻ. ഞാൻ 7-ാം തീയതി പുനലൂർ ചെന്ന് എൻ്റെ ഗ്രാറ്റുവിറ്റിയുടെ ചെക്ക് കൈപ്പറ്റുകയും ചെയ്തു. അത് 2014 മുതൽ റിട്ടയർ ചെയ്തു പോയ ഞങ്ങളുടെ ജീവനക്കാരെല്ലാവരും ഒരു വലിയ തുക അവിടെ ലയബിലിറ്റിയായി അടച്ചു വെച്ചിട്ടാണ് ആ തുക കൈപ്പറ്റിയിരുന്നത്. ആദ്യമായിട്ട് ഞാനാണ് ഒരു പൈസ പോലും ലയബിലിറ്റി ആയിട്ട് അടക്കാതെ ആ തുക കൈപ്പറ്റിയത്. മറ്റുള്ളവരെല്ലാം കേസ് കൊടുത്തിട്ടുണ്ട്, അവരിനി കേസ് പിൻവലിച്ചാൽ മാത്രമേ അവർക്ക് ആ തുക കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത്രയും വലിയൊരു അനുഗ്രഹം മാതാവ് എനിക്ക് ചെയ്തു തന്നതിന് മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെ മാതാവ് എനിക്കൊരുപാട് സംരക്ഷണം മാതാവിൻ്റെ ലഭിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാനും മോളും കൂടെ സ്കൂട്ടറിൽ പോകുമ്പോൾ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി വീഴുകയും, എന്നാൽ വൈറ്റിലേന്ന് പൊന്നുരുത്തിയിലോട്ട് പോകുന്ന സമയമാണ്, അവിടെ ഏറ്റവും ട്രാഫിക്കുള്ള സമയമാണ്. എന്നാൽ ആ സമയത്ത് വാഹനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് യാതൊരു പോറലും ഏൽപ്പിക്കാതെ ഞങ്ങളെ സംരക്ഷിച്ചു മാതാവ്. പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും അസുഖം വന്നാൽ ഞാൻ കൃപാസന മാതാവിൻ്റെ എണ്ണയും തേനും ഉപ്പുമാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, സാധാരണ ചെറിയ എന്ത് അസുഖത്തിനും. അതുകൊണ്ട് തന്നെ എനിക്കത് പൂർണ്ണ വിശ്വാസമാണ്. എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർ പലരും എന്നോട് വന്ന് ചോദിക്കും, മാഡം അതൊന്നും ഞങ്ങൾക്കൊന്നും പ്രാർത്ഥിച്ചിട്ടൊന്ന് തൈലവും തേനും ഒക്കെ നൽകുമായിരുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്തിരുന്നത്, ഞാൻ പുനലൂരായിരുന്നപ്പോൾ ഞാൻ അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ക്യാൻസർ വാർഡിൽ പോയി പേഷ്യൻസിനെ കാണുകയും അവിടുത്തെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിലെ പേഷ്യൻസിൻ്റെ അടുത്തും പോവുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് ചെറിയ സഹായം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇവിടെയുള്ള അനാഥാലയത്തിൽ ഏതെങ്കിലും ഓൾഡ് ഏജ് ഹോമിൽ പോവുകയും അവർക്ക് സാമ്പത്തിക സഹായം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാ മാസവും കൃപാസനം പത്രം വാങ്ങിച്ച് ഞാൻ കൂടുതലും അക്രൈസ്തവരായിട്ടുള്ളവർക്കാണ് കൊടുക്കുന്നത്. പിന്നെ അതുകൂടാതെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും ഒക്കെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന മാതാവിനും തിരുക്കുമാരനും എൻ്റെ പേര് കുമാരി ബേബി. ഞാൻ കോട്ടയം ജില്ലയിൽ മോനുപള്ളി എന്ന സ്ഥലത്ത് വരുന്നു. ഞാൻ 2007 ആദ്യം ഉടമ്പടി എടുത്തതായിരുന്നു. പിന്നെ കൊറോണ വന്ന് ഉടമ്പടി മുടങ്ങി പോവുകയും ചെയ്തു. അത് പുതുക്കാനും പറ്റിയില്ലായിരുന്നു. അതുകൊണ്ട് ആദ്യം തന്നെ അമ്മയോടും ഈശോയോടും ക്ഷമ ചോദിക്കുന്നു. ഈ ഫെബ്രുവരി 2025 ഫെബ്രുവരി 13-ാം തീയതി എൻ്റെ മോന് ഒരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി. ആ ആക്സിഡൻറ്റിൽ എൻ്റെ മോനെ തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞതല്ല, 2% പോലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഉറപ്പില്ല എന്ന് ഡോക്ടർമാരെല്ലാവരും പറഞ്ഞു. അവനങ്ങനെ 3 ദിവസം വെൻറ്റിലേറ്ററിൽ കിടന്നു. 3-ാമത്തെ ദിവസം വൈകിട്ട് അവർ കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ് വാർഡിലേക്ക് മാറ്റിയെങ്കിലും
അവനെ പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പോഴത്തേക്കും വീണ്ടും കൂടുതലായി വെൻറ്റിലേറ്ററിൽ കയറ്റി. ആ വെൻറ്റിലേറ്ററിൽ അവന് 9 ദിവസം യാതൊന്നും അറിയാതെ കിടന്നു. ഞാൻ പരിശുദ്ധ അമ്മയോട് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അമ്മ എനിക്കൊരു ധൈര്യം തരുന്നുണ്ടായിരുന്നു, നിൻ്റെ മകനൊന്നും സംഭവിക്കില്ല എന്നെൻ്റെ ഉള്ളിലിരുന്ന് മാതാവ് പറയുന്നുണ്ടായിരുന്നു. എങ്കിലും ഞാൻ ഇവിടെ വന്ന് ഫെബ്രുവരി 22-ാം തീയതി എൻ്റെ മോൻ്റെ പേർക്ക് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് ഞാൻ ഈ പള്ളിയിൽ എങ്ങനെ വന്നെത്തി എന്ന് എനിക്കറിയില്ല. ഞാനൊരു ജീവനുള്ള ആളാണോ എന്ന് ചോദിച്ചാൽ അതേന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എൻ്റെ മോൻ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇവിടെ വന്ന് എനിക്ക് അച്ഛനെ കാണണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷമേ അച്ഛനെ കാണാൻ പറ്റുള്ളൂ ഇവിടെ നിന്ന് ഒരാൾ എന്നോട് പറഞ്ഞു. ഞാൻ ഇങ്ങനെ വിഷമിച്ച് നിന്നു. പെട്ടെന്ന് തന്നെ എനിക്ക് ഉടമ്പടി എടുക്കാൻ കയറി പോകാൻ പറ്റി. ഞാൻ നിയോഗം എഴുതിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് വല്ലാത്ത ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. എൻ്റെ സങ്കടമെല്ലാം എവിടെയോ പോയി. ആദ്യത്തെ നിയോഗം എൻ്റെ മോനെ എനിക്ക് തിരിച്ചു തരണം മാതാവേ എന്ന് മാത്രമായിരുന്നു. ഞാൻ ആ നിയോഗം എഴുതി. എൻ്റെ മോൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാതാവേ അവനോട് പൊറുക്കണം, അവൻ്റെ ജീവനും എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞു. അമ്മ മാതാവിനോട് ഞാൻ ഇത്രമേ പറഞ്ഞുള്ളൂ, മാതാവേ വെൻറ്റിലേറ്ററിൽ കിടക്കുന്ന മോനെ എനിക്ക് രക്ഷിച്ചു തരണമെന്ന്. 2025 ഫെബ്രുവരി 13-ാം തീയതി ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നു. 10-ാം പോക്കം 22-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു. ഉടമ്പടി എടുത്ത് നിയോഗങ്ങൾ എഴുതി കൊടുത്ത് ഞാൻ ഇവിടെ നിന്ന് വീട്ടിൽ ചെന്നു. നേർച്ച വസ്തുക്കളും ഒക്കെ ആയിട്ട് വീട്ടിൽ ചെന്ന് കതകും ജനലും എല്ലാം അടച്ച് ഞാൻ മാതാവിനെ ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ പുറത്തിറങ്ങി അടുത്തുള്ളൊരു വീട്ടിലെ ചേച്ചി എന്നെ വിളിച്ചു. നീ ഇവിടെ ഇരുന്നാൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയുള്ളൂ, അതുകൊണ്ട് അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അവരുടെ വീടിൻ്റെ വഴിയിൽ വരെ ചെന്നപ്പോൾ എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് നടക്കണം തോന്നി. ഞാൻ വീട്ടിലേക്ക് തന്നെ തിരിച്ച് കയറി പോന്നു. അന്ന് ഞാൻ മുറിക്കകത്ത് നോക്കുമ്പോൾ അവിടെ നല്ല പ്രകാശമാണ്. പ്രകാശം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ആ പ്രകാശം കണ്ടിട്ടില്ല. ഞാൻ വീണ്ടും ഓടി വന്ന് മുട്ടുകുത്തി നിന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. മാതാവേ, നീ എൻ്റെ പ്രാർത്ഥന കേട്ടു, നീ എൻ്റെ മകനെ രക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വെളുത്ത തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ തിരി പരിശുദ്ധാത്മാവിൻ്റെ രൂപത്തിൽ നിന്ന് കത്തി. അതങ്ങനെ കത്തുന്ന പരിശുദ്ധാത്മാവ് തന്നെയാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കുറച്ച് സമയം വേണ്ടി വന്നു. ഉടനെ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങളെ വിളിച്ചു ചോദിച്ചു, ചേച്ചി ഈ തിരി ഇങ്ങനെ നിന്ന് കത്തുന്നുണ്ട്, എന്താണെന്ന് എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു. ചേച്ചി പറഞ്ഞു, നീ പേടിക്കണ്ട, അത് പരിശുദ്ധാത്മാവ് തന്നെയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ തിരി കുറേ സമയം കത്തി നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോയെ എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ എന്താ ചെയ്യേണ്ടതെന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അന്ന് രാത്രി 12 മണി രാത്രിയായപ്പോൾ എൻ്റെ മോനെ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റിയെന്ന് പിറ്റേ ദിവസം എൻ്റെ മോൻ വിളിച്ച് പറഞ്ഞു. മൂത്ത മോൻ വിളിച്ച് പറയുക, അമ്മ അവനെ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റി. അവൻ കയ്യും കാലും അനക്കി കണ്ണു തുറന്നു സംസാരിച്ചു എന്ന് പറഞ്ഞു. 10 ദിവസം അവനൊക്കെ ഇല്ലാതെ കിടന്ന മോൻ 10ാമത്തെ ദിവസം, അതായത് 22-ാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ മോൻ അനക്കം വെച്ചു, കണ്ണു തുറന്നു, സംസാരിച്ചു എന്ന് കേട്ടപ്പോൾ ഞാൻ ഓടി. ഉച്ച കഴിഞ്ഞ് 3:45 ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അവനിങ്ങനെ ശരീരം അനക്കുകയും സംസാരിക്കുകയും എല്ലാം ചെയ്തെന്ന്. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഈ വാർത്ത അറിഞ്ഞുകൊണ്ട് തിരിച്ച് ഞാൻ വീണ്ടും വീട്ടിലേക്ക് വന്നു കഴിഞ്ഞ് വീണ്ടും ഞാൻ തിരി കത്തിച്ച സമയം അതൊന്നും ഞാൻ നോക്കിയില്ല. കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് മാതാവ് 23-ാം തീയതി വെളുപ്പിനെ മാതാവ് എൻ്റെ അടുത്ത് വന്ന് എന്ന് പറയുകയാണ്, നീ നിൻ്റെ മകന് വേണ്ടി 2 ദിവസം കൂടി കാത്തിരിക്കണം എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞ ഈ വാക്ക് ഞാൻ എൻ്റെ ഓർമ്മയിൽ വെച്ചുകൊണ്ട് രാപകലില്ലാതെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ ഭർത്താവും മക്കളും ഒക്കെ ഹോസ്പിറ്റലിലാണ്. ഞാൻ അമ്മ മാതാവിനോടും ഈശോയോടും മുട്ടിപ്പായി നിന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ ജീവൻ വേണമെങ്കിൽ നീ എടുത്തോളൂ, എങ്കിലും എൻ്റെ മകനെ എനിക്ക് നീ തിരിച്ചു തരണം. ഞാൻ ജീവിച്ചിരുന്നിട്ട് എൻ്റെ മോനില്ലാതെ ഇരിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല മാതാവേ.
അതുകൊണ്ട് ഒരു ജീവനാണ് ആവശ്യമെങ്കിൽ അതെൻ്റെ എടുത്തോളൂ, ഞാൻ തരാൻ തയ്യാറാണെന്നു. എനിക്ക് എങ്ങനെ അമ്മയോട് അങ്ങനെ പറയാൻ തോന്നിയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞത് അപരാധമാണെങ്കിൽ അമ്മ പൊറുക്കണേ എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. എൻ്റെ മകൻ്റെ ജീവൻ എനിക്ക് വലുതായിരുന്നു, അതുകൊണ്ട് ഞാൻ അമ്മയോട് അങ്ങനെ പറഞ്ഞു. എങ്കിൽ അമ്മ എൻ്റെ മോനെ തിരിച്ചു തന്നു. 24-ാമത്തെ ദിവസം എൻ്റെ മോൻ വെൻറ്റിലേറ്ററിൽ കിടന്ന മോനെ എണീപ്പിച്ച് നടത്തണമെന്ന് പറഞ്ഞു. അവൻ്റെ ഭാര്യയും ചേട്ടനോടെ കൂടി ചെന്ന് അവനെ ICUവിലൂടെ എണീപ്പിച്ച് നടത്തു. അവനെ ഞങ്ങൾ 21 ദിവസം കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നു. ഓർമ്മയൊന്നും ഇല്ലായിരുന്നു, ഓർമ്മയൊക്കെ പൂർണ്ണമായി നശിച്ചിരുന്നു. ഡോക്ടർമാർ ഒന്നെങ്കിൽ 6 മാസം അല്ലെങ്കിൽ 1 വർഷം കൊണ്ടേ ശരിയാവുള്ളെന്ന് പറഞ്ഞു. വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ കാശ് രൂപം വെച്ച് അവൻ്റെ ഭാര്യ പ്രാർത്ഥിക്കും. അതുപോലെ ഇവിടുന്ന് കൊണ്ടുപോയ തൈലം അവൻ്റെ തലയിൽ പുരട്ടി ഞാൻ അവനെ കുളിപ്പിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ അതിനകത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കും, തേനും കഴിക്കാൻ കൊടുക്കും. അങ്ങനെ ഞങ്ങൾ അവനെ പരിചരിച്ചു പോന്നു. മാതാവിനോടും പ്രാർത്ഥിച്ച് ഈശോയോടും പ്രാർത്ഥിച്ച് അവന് വേണ്ടി മാത്രമുള്ള പ്രാർത്ഥനയായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ എൻ്റെ മോനെ സൗഖ്യപ്പെടുത്തി തന്നു. 21 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ആശുപത്രിയിൽ ഡിസ്ചാർജായി വന്നു. വീട്ടിൽ വന്നാണ് ഈ ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ചത്. അവനങ്ങനെ സൗഖ്യപ്പെട്ടു. 21 ദിവസം ആശുപത്രിയിൽ നിന്ന് വന്നു. അത് കഴിഞ്ഞു 6 മാസം അല്ലെങ്കിൽ 1 വർഷം എന്ന് പറഞ്ഞത് 3 മാസം കൊണ്ട് അവൻ ഓർമ്മ തിരിച്ചു കിട്ടി. ഈ അപകടത്തെ തുടർന്നുണ്ടായ എല്ലാ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടി, സൗഖ്യപ്പെട്ട് 3 മാസം കൊണ്ട് പൂർണ്ണമായി എല്ലാം സൗഖ്യപ്പെട്ട് 3 മാസം കൊണ്ട് അവൻ ജോലിക്ക് പോയി. ഇവിടെ വന്ന് ഈ പള്ളിയിൽ വന്ന് അവൻ പ്രാർത്ഥിച്ചു. എനിക്ക് സാക്ഷ്യം പറയാൻ താമസം നേരിട്ടു. അമ്മ നൽകിയ ഈ സൗഖ്യത്തിന് പരിശുദ്ധ അമ്മയോടും ഈശോയോടും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ മകനെ ഇങ്ങനെ പൂർണ്ണ സൗഖ്യമാക്കി തന്നതിന് എത്ര പറഞ്ഞാലും, പരിശുദ്ധ അമ്മയോടും ഈശോയോടും എത്ര പറഞ്ഞെന്നാലും നന്ദിയും കടപ്പാടും സ്നേഹവും ഒന്നും തീരില്ല. എന്നും എൻ്റെ കൂടെ പരിശുദ്ധ അമ്മയുണ്ട്, ഈശോയുണ്ട്. ഞാൻ എന്തു പറഞ്ഞെന്നാലും എന്താവശ്യപ്പെട്ടാലും അമ്മ എനിക്കത് സാധിച്ചു തരുന്നുണ്ട്. കാരുണ്യപ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നത് ഞാനും എൻ്റെ ഭർത്താവും കൂടി ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന പത്രം ഞങ്ങൾ ബസ് സ്റ്റാൻഡുകളിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിലും വീടുകളിലുമൊക്കെ കൊണ്ടുപോയി വിതരണം ചെയ്യും. വേറൊന്നും ഞങ്ങൾ പറയില്ല. ഞങ്ങളുടെ മോനെ സൗഖ്യപ്പെടുത്തി തന്ന ഈ ഒരു കാര്യം മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മ അതിന് ഓരോരോ വഴികൾ കാണിച്ചു തന്ന് ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. കൂടാതെ എനിക്കൊരു ജോലി തന്ന് അമ്മ ഞങ്ങളുടെ കുടുംബത്തെ സഹായിച്ചു. എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും നന്ദി. ഈ പരിപാവനമായ ആൾത്താരയിൽ വന്നെന്ന് സാക്ഷി പറയാൻ സാധിച്ചതിനെ ഓർത്ത് അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ലിൻഡ. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാൻ 2023 നവംബർ 3-ാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുത്തത്. അന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്, എൻ്റെ OET എക്സാം പാസ്സാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ആദ്യ നിയോഗമായി ഞാൻ OET എക്സാം പാസ്സാവണം. അങ്ങനെ എൻ്റെ കുറേ ഭൗതിക ആവശ്യങ്ങൾ 6 നിയോഗങ്ങളായിട്ട് ഞാൻ എഴുതി. പക്ഷേ 90 ദിവസം പൂർത്തിയായിട്ടും എൻ്റെ ഒരു നിയോഗം പോലും സാധിച്ചു കിട്ടിയില്ല. പിന്നെ ഞാൻ ആദ്യത്തെ ഉടമ്പടി പുതുക്കലിന് ശേഷമാണ് മറ്റുള്ളവരുടെ എന്നെക്കാളും കൂടുതൽ നിയോഗങ്ങൾ അവരുടെ നിയോഗങ്ങൾക്ക് ഞാൻ മുൻഗണന കൊടുക്കുകയും എന്നെ കൂടുതൽ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ച് നിയോഗങ്ങൾ സമർപ്പിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എനിക്ക് ആദ്യത്തെ ഉടമ്പടിക്ക് ശേഷം ഞാൻ എഴുതിയ 4-5 നിയോഗങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടുകയും ചെയ്തു. ആദ്യമായി തന്നെ എൻ്റെ OET എക്സാം എനിക്ക് പാസ്സാവാൻ സാധിച്ചു. ഞാൻ 3 തവണയായിട്ടാണ് എഴുതിയതെങ്കിലും ഓരോ തവണ ഞാൻ അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴിയാണ് ഞാൻ തൈലം പൂശി സൈത്ത് പൂശി ഞാൻ ഉടമ്പടി കാശുരൂപം കൊണ്ടാണ് ഞാൻ എക്സാം എഴുതാൻ പോയത്. അങ്ങനെ ഞാൻ 3 അറ്റംപ്റ്റ് കൊണ്ട് തന്നെ 4 മോഡ്യൂൾ പാസ്സായി. ആ സ്കോർ വെച്ചിട്ട് എനിക്കൊരു ന്യൂസിലാൻഡ് പ്രോസസ്സിങ്ങിന് മാത്രമേ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ ന്യൂസിലാൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഞാൻ ന്യൂസിലാൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഒരു കാരണവശാലും ഒരു 2-3 വർഷത്തേക്ക് എനിക്ക് അങ്ങോട്ടൊന്നും പോകാൻ സാധിക്കില്ല. അത്രയ്ക്കും പ്രോസസ്സിങ് ഡിലേ ആയിരുന്നു. പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസും വളരെ കുറവായിരുന്നു. അങ്ങനെ ഞാൻ OET പാസ്സായി. അപ്പോൾ തന്നെ ഞാൻ മുന്നേ 3 വർഷം മുന്നേ ബഹ്റൈനിൽ വർക്ക് ചെയ്തതായിരുന്നു. അതേ ലൈസൻസ് വെച്ചുകൊണ്ട് തന്നെ എനിക്ക് ബഹ്റൈനിൽ ഒരു ഡിഫൻസ് ഹോസ്പിറ്റലിൽ മുന്നേ വർക്ക് ചെയ്തതിനേക്കാളും നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ എനിക്ക് ജോലി ലഭിക്കുകയും ഇപ്പം ഞാൻ അവിടെ 1 വർഷമായിട്ട് ഞാനും എൻ്റെ കുടുംബവും അവിടെ
കഴിഞ്ഞ് വരികയാണ്. ഹസ്ബൻഡ് ഓൾറെഡി അവിടെ ആയിരുന്നു 5 വർഷമായിട്ട്. അപ്പോൾ എനിക്ക് അവിടേക്ക് തന്നെ പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ അമ്മ മാതാവ് എനിക്ക് OET പാസ്സാക്കി തന്ന ആ ഒരു ഇതിൽ തന്നെ എനിക്ക് ബഹ്റിനിലേക്ക് തിരിച്ചു പോകുവാൻ അമ്മ മാതാവിനെ സഹായിച്ചു. പിന്നീട് ഞാൻ പറയുന്നത് എൻ്റെ രണ്ടാമത്തെ നിയോഗമായിട്ട് ഞാൻ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യമായിരുന്നു. ഞാൻ 2 തവണ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് പോയിട്ടും എനിക്ക് ഫെയിലായി. അങ്ങനെ 3-ാം തവണ ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കളായ തൈലവും ഉപ്പും ഉപയോഗിച്ച് ഞാൻ 3-ാം തവണ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയി. യാതൊരു തടസ്സവും കൂടാതെ എനിക്ക് 3-ാമത്തെ അറ്റംപ്റ്റിൽ, അതെൻ്റെ ഫൈനൽ അറ്റംപ്റ്റ് ആയിരുന്നു, അങ്ങനെ അതെനിക്ക് പാസ്സാവാൻ സാധിച്ചു. പിന്നീട് 3-ാമത്തെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ ഈ ന്യൂസിലാൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് 6 മാസത്തിൻ്റെ ഉള്ളിൽ നമുക്കൊരു IQ എന്ന് പറയുന്ന എക്സാം അറ്റൻഡ് ചെയ്യുക എന്നതായിരുന്നു. അത് നമുക്ക് ബാംഗ്ലൂർ ആൻഡ് ചെന്നൈ മാത്രമേ ഒരു സെൻറ്റർ ഉള്ളൂ. എനിക്ക് ബഹ്റിനിൽ നിന്ന് ആ ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് 1 ഇയറിൻ്റെ ഉള്ളിൽ എനിക്കൊരു ലീവ് സാങ്ഷൻ ആവുക എന്നത് ഒരു അസാധ്യമായ കാര്യമായിരുന്നു. എനിക്ക് 2026 ജനുവരിയിലായിരുന്നു അവർ ലീവ് സാങ്ഷനാക്കി തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് IQ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത് എനിക്ക് ഒക്ടോബർ 30-ൻ്റെ ഉള്ളിലായിരുന്നു. ആകെ 3 അറ്റംപ്റ്റേ ഉള്ളൂ നമുക്ക്. അങ്ങനെ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അമ്മ മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാനൊരു ദിവസം ഓൺ കോൾ ഡ്യൂട്ടിക്ക് പോയപ്പോൾ എൻ്റെ യൂണിറ്റ് മാനേജർ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഒരു 3 ആഴ്ചത്തെ ലീവുണ്ട്, എല്ലാവർക്കും 40 ദിവസമാണ്, പക്ഷേ നിനക്ക് ഷോർട്ട് ലീവാണ്, നിനക്ക് സമ്മതമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ലീവ് നിനക്ക് സാങ്ഷനാക്കി തരാം, നവംബറിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒക്ടോബറിൻ്റെ ഫസ്റ്റ് വീക്കൊക്കെ കിട്ടുകയാണെങ്കിൽ ഒത്തിരി നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ യൂണിറ്റ് മാനേജർ എന്നോട് പറഞ്ഞു, നീ അങ്ങനെയായിരുന്നെങ്കിൽ നീ വേറെ ആരോടെങ്കിലും ലീവ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഞാനൊരു പുതിയ സ്റ്റാഫ് ആയതുകൊണ്ട് തന്നെ എനിക്കാരും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ തരാൻ ചാൻസ് ഇല്ല. അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ നീ ആയിട്ട് തന്നെയാണ് എനിക്ക് ഈ ലീവ് ഈ ഒരു 2025 വർഷത്തേക്ക് മാറ്റി തന്നത്, അങ്ങനെയെങ്കിൽ നിനക്ക് ഈ ഒക്ടോബർ 30-ൻ്റെ ഉള്ളിൽ തന്നെ എനിക്കൊരു ലീവ് തരാൻ നിനക്ക് സാധിക്കുമെന്ന് ഞാൻ പ്രാർത്ഥിച്ച ഒരു 10 മിനിറ്റിന് ശേഷം പിന്നെ എന്നെ യൂണിറ്റ് മാനേജർ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഒരു ലീവ് അഡ്ജസ്റ്റ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്, നിനക്ക് 20 ഡേയ്സിന് കിട്ടിയിട്ടുണ്ട്, നിനക്ക് ഓക്കെ ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് 10 ഡേയ്സ് ആണെങ്കിലും ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ആ ലീവ് സെപ്റ്റംബർ ലാസ്റ്റിൽ എനിക്ക് കിട്ടുകയും ഇവിടെ വരാൻ സാധിക്കുകയും മുന്നേ ഉണ്ടായിരുന്ന എല്ലാ സാക്ഷ്യങ്ങളും എനിക്കിവിടെ വന്ന് പറയാനും സാധിച്ചു. അതുപോലെ തന്നെ ഞാൻ ഈ ലീവിന് വന്ന് ഞാൻ ബാംഗ്ലൂർ പോയി IQ എന്ന എക്സാം അറ്റൻഡ് ചെയ്യുകയും അത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് പാസ്സാകുവാനും സാധിച്ചു. അതിന് അമ്മ മാതാവിന് തിരുക്കുമാരൻ ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. കാരണം ഞാൻ ക്ലാസ് ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്ത് എനിക്ക് 2 കുഞ്ഞുങ്ങളാണ്, അവരുടെയൊക്കെ മധ്യത്തിൽ വെച്ച് എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാന്ന് പറയുന്നതും ഡ്യൂട്ടിയും എല്ലാം കൂടി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ എൻ്റെ മാം തന്നെ എന്നോട് പറഞ്ഞു, ലിൻഡ നീ ഒത്തിരി സ്ട്രഗിൾ ചെയ്യണം, കാരണം നിനക്ക് ഭയങ്കര മാർക്ക് കുറവാണ്, ഈ ഒരു സ്കോർ വെച്ച് നമുക്ക് ഈ എക്സാം അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എല്ലാവരും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ മുന്നേ എക്സാം എഴുതിയവരുടെയൊക്കെ ക്വസ്റ്റ്യൻസ് ഞാൻ ഷെയർ ചെയ്ത് പഠിച്ചെങ്കിലും എനിക്ക് എല്ലാവർക്കും ഏകദേശം ഒരുപോലെ ക്വസ്റ്റ്യൻസാണ് വരുന്നുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ എനിക്കത് ഒത്തിരി ഡിഫിക്കൽട്ടായിട്ടാണ് തോന്നിയത്. ഞാൻ എക്സാം ഹാളിൽ കയറുന്നതിന് മുന്നേ തന്നെ എൻ്റെ കയ്യിൽ ആകെ ഉപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി എൻ്റെ നേർച്ച വസ്തുക്കളെല്ലാം എൻ്റെ ജോലി സ്ഥലത്ത് അവിടെയായിരുന്നു, ബഹ്റിനിലായിരുന്നു. ആകെ എൻ്റെ അടുത്ത് ഉടമ്പടി ഉപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ എക്സാം ഹാളിൻ്റെ പുറത്തും എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സിസ്റ്റത്തിൻ്റെ അവിടെയും എൻ്റെ പാസ്പോർട്ടിൻ്റെ ഉള്ളിലും എല്ലാം ഞാൻ ഉപ്പ് ആയിട്ടാണ് ഞാൻ പോയത്. അങ്ങനെ ഞാൻ എൻ്റെ കാശുരൂപം മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ഓരോ ക്വസ്റ്റ്യൻസും അമ്മ മാതാവിനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഇതിലാണ് ഞാൻ എന്ത് തന്നെയാണെങ്കിലും അത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് പാസ്സാവാൻ സാധിച്ചത്. അങ്ങനെ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഒത്തിരി നന്ദി. ഇതിന് പുറമെ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ അനിയത്തിക്കും ഒക്കെ ഞാൻ ലൈറ്റ് ക്യാൻഡിലിട്ട് റിക്വസ്റ്റ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം കഴിഞ്ഞ വർഷമാണ് ഞാൻ ഇവിടുന്ന് പോയത്. അതിന് മുന്നേ ഞാൻ എല്ലാ 3 മാസം കൂടുമ്പോഴും വരുമായിരുന്നു. അങ്ങനെ ഞാൻ പത്രം കൊണ്ടുപോയി ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലാണ് ഞാൻ കൊടുത്തിരുന്നത്. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാനിപ്പോൾ എല്ലാ മാസവും എൻ്റെ സാലറിയുടെ ഒരു വിഹിതം ഞാൻ അർഹതപ്പെട്ടവർക്ക്, എൻ്റെ വീടിൻ്റെ അടുത്ത് നമുക്കറിയുന്ന അർഹതപ്പെട്ടവർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ജോലി മേഖലയിൽ നമ്മുടെ സഹപ്രവർത്തകർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ അവരിന് ഞാൻ ജോലിയിലായാലും എന്തിലാണെങ്കിലും ഞാൻ സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ അമ്മ മാതാവിനെ പറ്റി പറയാൻ പറ്റുന്ന ഓരോ സാഹചര്യങ്ങളും ഞാൻ
മറ്റുള്ളവർക്കത് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഓരോ സാഹചര്യത്തിൽ ഞാനത് പറഞ്ഞു കൊടുക്കാറുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളെ ആണെങ്കിലും അവർക്ക് 6 വയസ്സ് 3 വയസ്സുമാണ്, എങ്കിലും അവരെയും ഞാൻ അമ്മ മാതാവിൽ നയിക്കാൻ അവരെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അച്ഛൻ്റെ ചൊവ്വാഴ്ചകളിലെ ഉടമ്പടി ധ്യാനം ഞാൻ പരമാവധി ചൊവ്വാഴ്ച കൂടാൻ ശ്രമിക്കാറുണ്ട്. ഇനി അഥവാ ഡ്യൂട്ടിയുടെ ബുദ്ധിമുട്ട് കാരണം പറ്റിയില്ലെങ്കിൽ തന്നെ ഞാൻ ബുധനാഴ്ച ആണെങ്കിലും അറ്റൻഡ് ചെയ്യാറുണ്ട്. എൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഞാനത് ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞാൻ എന്നും ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുന്നേ അല്ലെങ്കിലും ഞാൻ രാവിലെ തന്നെ അത് ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. അത്രയും